നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എടുക്കേണ്ട ഒരു സെറ്റപ്പിലൊന്നും ഇരുന്നതല്ല കേട്ടോ. ഞാനിവിടെ ഒരു വർക്കിലായിരുന്നു, നെറ്റിപ്പട്ടത്തിൻ്റെ പണിയിലായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇടാം എന്ന് കരുതിയിട്ട് ക്യാമറയൊക്കെ കൊണ്ടുവന്ന് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയൊരു വർക്കാണ് നെറ്റിപ്പട്ടത്തിൻ്റെ 5.5 അടിയാണ് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു 3-4 ദിവസത്തിനുള്ളിൽ അയക്കും വേണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാത്രമേ വലിയ ബോൾസുകളൊക്കെ മാത്രമേ ഒട്ടിച്ച് വെച്ചിട്ടുള്ളൂ. ചെറിയ ബോൾസുകളൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയാണ് കേട്ടോ. മെനക്കെട്ട പരിപാടിയാണ്. ഇരുന്നിരുന്ന് നടുവൊക്കെ ഓടിയും. അപ്പോൾ വലിയതായ കാരണം, സൈസ് വലുതായത് കാരണം ടേബിളിലൊന്നും വെച്ച് ചെയ്യാനും പറ്റില്ല. താഴെ തന്നെ ഇരുന്നിരുന്ന് നടുവൊക്കെ ഇങ്ങനെ ഓടിയും. പിന്നെ കണ്ണൻകുട്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണൻകുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഒക്കെ ഒട്ടിച്ചൊക്കെ തരും. കണ്ട ഇതൊക്കെ കണ്ണൻ്റെ കയ്യിലാണ്. കണ്ണനെ ഇങ്ങനെ പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലേ, പാക്കറ്റുകളൊക്കെ ആളുടെ കയ്യിൽ എടുത്ത് ആളിങ്ങനെ കളിച്ചൊക്കെ എടുക്കുക. അപ്പം നല്ല രീതിയിൽ അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അവൻ വാശിയും ബഹളവും ലഹളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കണ്ണൻ്റെ ഒരു എഫേർട്ടും കൂടി ഉണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇത് ഉണ്ടാക്കുന്നതിലും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇപ്പം നിലനിന്ന് പോകുന്നതിലൊക്കെ കണ്ണൻ്റെ ഒരു എഫേർട്ടും കൂടി ഉണ്ട്. അത്യാവശ്യം മെനക്കെട്ട പണിയാണ്, കുറേ അധികം പണിയുണ്ട്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിൽ ഭയങ്കര വിലയാണ്. ഒക്കെ നോക്കുമ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷേ ക്രാഫ്റ്റ് ക്രിയേറ്റിവിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ജോലി എന്ന് പറയില്ലേ, അപ്പം അങ്ങനെയാണ് എനിക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഇഷ്ടം തുടങ്ങിയത്. കാരണം നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനായിട്ട് ആഹാ നമുക്ക് തന്നെ തോന്നുക. അത് നമുക്ക് ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തോന്നുള്ളൂ, അല്ലാത്തവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. അപ്പം എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മെനക്കെടൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭംഗിയായി അടിപൊളിയായി എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു തൃപ്തിയില്ലേ. ഏതൊരു ജോലിയിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അതല്ലേ, ഒരു മനസ്സംതൃപ്തി. അപ്പോൾ അതെനിക്ക് എനിക്ക് കിട്ടാറുണ്ട്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ആരെങ്കിലൊക്കെ ആണെങ്കിൽ അത് ഭംഗിയായി അടിപൊളിയായി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും നമ്മൾക്കും തോന്നുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അതാണ് എനിക്ക് ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പം കണ്ണൻകുട്ടി ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടം മേക്കിങ്ങിൻ്റെ. ഞാനത് കൈ പൊട്ടിച്ച് കൊടുക്കുക, ആൾക്ക് ഇഷ്ടമായിട്ടോ കൈ പൊട്ടിക്കുന്നത്. മറ്റേ കൈ അങ്ങനെ പൊട്ടില്ലേ, കൈ പൊട്ടും. അപ്പോൾ നെറ്റിപ്പട്ടം മേക്കിങ്ങിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളൊരു നേരമില്ല, കാരണം എനിക്കിത് വേഗം തീർക്കണം. അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇടാമെന്ന് വിചാരിച്ചേക്കുന്നത്. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ചും കൊണ്ട് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. കണ്ണനെ കാണിച്ചത് കണ്ണൻകുട്ടീനെ താഴെ കിടത്തല്ലേ, പായയിൽ വെറുതെ കിടത്തല്ലേ, അങ്ങനെയൊന്നുമുള്ള കമൻസ് ഒന്നും വേണ്ട കേട്ടോ. കാരണം എപ്പോഴും അങ്ങനെ ബെഡിൽ സ്റ്റക്കായി കിടന്നു കഴിഞ്ഞാൽ അവന് കൈയും കാലുകളൊന്നും അവൻ അനക്കില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ പായയിൽ കിടത്താറുണ്ട്. അത് വേറെ ഒന്നിന് വേണ്ടിയിട്ടല്ല, തലണ വെക്കാറില്ല കേട്ടോ. പായയിൽ നിലത്ത് കിടത്തുമ്പോൾ ഞാൻ TV കാണാമെന്നുള്ളതിൽ കിടത്തുമ്പോൾ മാത്രമാണ് തലണ വെക്കാറ്. അല്ലാതെ അവൻ നീന്തി കളിക്കട്ടെ എന്നുള്ളതിൽ കിടത്തുമ്പോൾ തലണ വെക്കാറില്ല. തലണ വെച്ചാൽ അവനവിടെ സ്റ്റക്കായി പോവും. അവന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചെറിയൊരു വലിവുണ്ടല്ലോ, അപ്പം അത് കാരണം ഞാൻ തലണ വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ തലണ വെക്കാറില്ല കേട്ടോ. കണ്ണാ എന്നിട്ട് മുകളിൽ അവിടേക്ക് എടുക്കാറുണ്ട് ആണോ? നെറ്റിപ്പട്ട എവിടെയാ? നെറ്റിപ്പട്ട എവിടെയാ? ആനയുടെ ഉടുപ്പ് കാണലടാ. ആദ്യം പറയുമ്പോൾ കാണാൻ അങ്ങനെ കേട്ടോ. ആനയുടെ ഉടുപ്പ് എവിടെയാ? ആനയുടെ ഉടുപ്പൊക്കെ ഊരി കൊണ്ടുവന്നേക്കാ കാണാൻ. നിങ്ങട് ആനപ്പോൾ അവിടെ ഉടുപ്പൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടാവും. അയ്യോ കണ്ണുട്ടിയേ, എന്നാ അതെടുത്തോ, ആ പാക്കറ്റ് എടുത്തോ. കണ്ണമാവേ പിന്നെ എന്തെങ്ങനെ കിടക്കുന്നേ? നീ എന്താ ക്യാമറയിലേക്ക് നോക്കില്ല? ഞങ്ങൾ പിണക്കാന്ന് നിങ്ങളോട്. അതല്ല അങ്ങോട്ട് തിരിച്ചേ. ആ പാക്കറ്റ് എടുത്തോ. അതെ ചില്ലിന്റെ സൗണ്ടൊക്കെ കേൾക്കാം. അതെടുത്തോ, ആ പാക്കറ്റ് എടുത്തോ. എടുക്ക് കുഞ്ഞ, എടുക്കട സുന്ദര, കണ്ണ സുന്ദര. അപ്പം അതെ ഇതാണ് നമ്മളുടെ നെറ്റിപ്പട്ട കേട്ടോ. ഇതൊരു 5.5 അടിയുടെയാണ്. അതെ ഇങ്ങനെ കാണിച്ചാലേ നിങ്ങൾ കാണുള്ളൂ. 5.5 അടിയുടെ. അപ്പം ഇത് ഇത്ര മാത്രമേ ഞാൻ ഫില്ലിങ്സ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ചെയ്തില്ല. ഇത് ഫുള്ള് ഫില്ല് ചെയ്യണം. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് മുതലേക്ക് 5.5 എന്ന് പറയുമ്പോൾ എന്നെക്കാളും വലുപ്പം ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ പറയാൻ വന്നാ, ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനിതിൻ്റെ അടിയിലേ ഇത് ആദ്യം തന്നെ നമ്മളിതിൻ്റെ ഈ ഷീറ്റുകളൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗോൾഡൻ ക്ലോത്ത്, അതുപോലെ ഇത് ക്യാൻവാസ്,
പിന്നെ ഇത് വെൽവെറ്റ്, റെഡ് വെൽവെറ്റ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചും കൂടെ കട്ടി കിട്ടാൻ വേണ്ടി ന്യൂസ് പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും അങ്ങനെ വെക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നടുവൊന്നും കുഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ എത്രത്തോളം നമ്മൾ കട്ടി കൊടുക്കുന്ന അത്ര നല്ലതാണല്ലോ. അപ്പോൾ ഗോൾഡനും ക്യാൻവാസും വെൽവെറ്റ് ക്ലോത്തും മാത്രം മതി. ഞാനപ്പോൾ കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറും കൂടെ ഉള്ളിൽ വെച്ച് കൊടുക്കാറുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഷീറ്റ് എന്തൊക്കെയോ ക്ലോത്തുകളൊക്കെ കട്ട് ചെയ്യുക, ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യുക. പിന്നെ അവിടെ മാത്രമാണ് ഒരു പട്ട വയ്ക്കാൻ. അത് നമുക്കിവിടെ പട്ട വരുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, വേറെ രീതിയിലും ചെയ്യാം. അവിടെ വേണമെങ്കിൽ നമുക്ക് ചിലവർ അവിടെ ത്രെഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതൊരു ഭംഗിയില്ലാത്തതുപോലെ ത്രെഡ് കൊടുക്കുമ്പോഴേ. ഞാനിവിടെ ഒരു വീട്ടിലിടാൻ വേണ്ടി ഉണ്ടാക്കിയത് ഇത് അങ്ങനെയല്ല, ഇത് മുകളിലേക്കും ത്രെഡ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ ഈ ആ ഒരു പട്ട വയ്ക്കുന്നത് ഞാൻ ആ പട്ടയുടെ ഭാഗത്ത് എന്തെങ്കിലും കട്ടിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗം കുഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതേ സംഭവങ്ങൾ തന്നെയാണ് അവിടെയും വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അങ്ങനെ നമ്മ നൂല് ത്രെഡും കൂടെ തൂക്കിയിടാനുള്ള ത്രെഡും കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോവും. അപ്പം അതുകൊണ്ട് അവിടെ കുറച്ച് കട്ടിയിൽ എന്തെങ്കിലും കാർഡ്ബോർഡ് എന്തെങ്കിലും വെച്ചിട്ടാണ് അവിടെ കൊടുക്കാറുള്ളത്. പിന്നെ അവിടെ നമ്മൾ ശരിക്കുള്ള മറ്റേ വെൽവെറ്റിൻ്റെ 2 വെൽവെറ്റുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വേറെ വെൽവെറ്റാ, അത് നല്ല ഫിനിഷിംഗ് ഉള്ള വേറെ വെൽവെറ്റാ കേട്ടോ. അപ്പം അവിടെ ആ വെൽവെറ്റാണ് വെച്ച് കൊടുക്കുക. അത് 3 കളറിലാണ് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടുള്ളത് മാർക്കറ്റിൽ. റെഡ്, ബ്ലൂ, പിന്നെ ഗ്രീൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗ്രീൻ അങ്ങനെ ആരും വെച്ച് കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ നമ്മൾ ഒട്ടിക്കുന്ന രീതികളുണ്ട്. ഇതിന് എല്ലാത്തിനും ഓരോ പേരുകളും എന്താ പറയുക, ഓർഡർ അനുസരിച്ചും കാര്യങ്ങളൊക്കെ വേണം വെക്കാനായിട്ട്. എല്ലാവരും അറിയുന്നതൊക്കെ തന്നെയായിരിക്കും. പിന്നെ ത്രിമുഖം എന്നാണ് പറയുക. പിന്നെ ഇതൊക്കെ ചന്ദ്രകലകളാണ്. അതുപോലെ ഈ സൈഡിൽ വരുന്നത് ഗ്രഹങ്ങളും സപ്തർഷികളുമാണ്. ഇത് ഒറ്റ സംഖ്യകൾ മാത്രമേ നമ്മളിവിടെ വെച്ച് കൊടുക്കുള്ളൂ. ഞാനിപ്പോൾ എത്ര വെച്ചേക്കുന്നത്, 5 എണ്ണമാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ചെറുതാണെങ്കിൽ 3 എണ്ണം വയ്ക്കുക, ഇതിലും വലുതാണെങ്കിൽ 7 എണ്ണം വയ്ക്കാം, അങ്ങനെയൊക്കെ വയ്ക്കാം. അപ്പോൾ 2 സൈഡിലും നമ്മൾ സപ്തർഷികളും ഗ്രഹങ്ങളും അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ദേവികളുണ്ട്. ത്രിമുഖത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത് പാർവതിയും ലക്ഷ്മിയാന്ന് തോന്നുന്നു, സരസ്വതിയും ലക്ഷ്മിയാന്ന് തോന്നുന്നു. 2 ദേവികൾ വരുന്നുണ്ട്. പിന്നെ ഇത് ഗണപതിയാണ് അടിയിൽ വരുന്നത്. പിന്നെ ഈ വരുന്നത് മുഴുവൻ ചന്ദ്രകലകൾ. പിന്നെ അതൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വലുതായത് കൊണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാത്തിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫില്ലിങ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ചെയ്യാനുള്ളത് ത്രെഡാണ്. ത്രെഡ് നമുക്ക് ഏത് കളറിലാണോ വേണ്ടത് ആ ത്രെഡ് നമ്മൾ അതൊരു കെട്ടുന്നതൊക്കെ വേറെ രീതിയിലാണ്. അത് ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് കെട്ടുന്നതൊക്കെ വേറെ രീതിയിലാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ കെട്ടി ഭംഗിയാക്കി ഇത് ഫിനിഷ് ആക്കി എടുക്കണം. അല്ലേ കണ്ണാ? അമ്മ ക്ലാസ് എടുക്കുമായിരുന്നു. ക്ലാസ് കഴിഞ്ഞു. ചെയ്യുന്നതൊക്കെ ആയിട്ട് മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് പറയുന്നതിനേക്കാളും അതൊക്കെ ചെയ്ത് കട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒട്ടിക്കുന്നത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് ഞാനിങ്ങനെ തിയറി മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എൻ്റെ ബോൾസുകൾ ആരെടുത്തിട്ട് പോണേ? അവിടെ ആരാ എൻ്റെ ബോൾസുകൾ എടുത്തിട്ട് പോണേ? ആരാത്? കണ്ണൻകുട്ടിയാണോ? ഇടയ്ക്കൊരു വലുവുണ്ട് കേട്ടോ, പക്ഷെ വലിയ പ്രശ്നമില്ല. എടുത്തോ. ഭയങ്കര കളിയാട്ടോ എൻ്റെ അടുത്ത് വന്ന് ഇവിടെ കിടന്ന്. അപ്പോൾ ക്യാമറ കണ്ടതിൻ്റെ ഒരു നാണം ഞങ്ങൾക്കില്ല, അതില്ല അല്ലേ? അപ്പോൾ വീഡിയോ അധികം ലെങ്തി ആക്കിയിട്ട് കൊണ്ടുപോകണില്ല കേട്ടോ. കാരണം ഇത് കുറേ വീഡിയോസ് എടുത്ത് വെച്ചുകൊണ്ട് മാത്രമായില്ല. വീഡിയോസ് എടുത്ത് വെച്ചതൊക്കെ കുറച്ച് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്തെടുക്കാമെന്നോ അത് കുറച്ച് പണിയാണ്. ഞാനിങ്ങനെ കുറച്ചൊക്കെ ആയിട്ടൊക്കെയല്ലേ ഷൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അധികം ഇത് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും ഫേസ്ബുക്കിൻ്റെ കാര്യമാണെങ്കിലൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വരുമാനം കണ്ടെത്തുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നെറ്റിപ്പട്ടം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. കമൻസിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്താണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ. എന്നാലും അത്യാവശ്യക്കാർക്ക് ആദ്യം കൊടുക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കൊടുത്തു പോകുന്നത്. ചിലവർ പറയും എൻ്റെ സൗകര്യത്തിന് മതി, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ, എനിക്ക് എപ്പോഴാണോ തരാൻ സൗകര്യം അപ്പം മതി എന്ന് പറയും. ചിലവർ പറയും അത്യാവശ്യം ഉണ്ട്,
വേഗം കിട്ടും. അപ്പോൾ ചിലപ്പോൾ വല്ല ഹൗസ് വാമിങ്ങിനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഞാൻ വേഗം കൊടുത്തു പോകാറുണ്ട്. അപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ വെറൈറ്റി കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒക്കെ ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കഥകളിയുടെയൊക്കെ. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുക, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഫിനിഷ് ആവാത്ത ഒരു സംഭവം കാണിച്ചിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. സമയമില്ല എന്നുള്ള ഒരേ ഒരു കാരണമാണ്. നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും കണ്ണൻ്റെ കാര്യങ്ങളാകുമ്പോൾ തന്നെ ഒരു ദിവസം തീരാനുള്ള പണികളായി. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. എനിക്കതാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഞാൻ നിർത്താണ്. ഇനി ഞാൻ ഒരുപാട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലെങ്തി ആവും വീഡിയോ. നിങ്ങൾക്കും ബോറാവും, എനിക്കും പണിയാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടേക്ക്. ടാറ്റ ബൈ ബൈ.